ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീജ. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഇ-കൊമേഴ്സ് കൺസെപ്റ്റായിട്ടുള്ള ഫിജികാർഡ്.com എന്ന കമ്പനിയുടെ പ്ലാൻ പ്രസൻറ്റേഷനാണ്. ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ചെയ്തുകൊണ്ട് പ്രതിദിനം 2000 രൂപ മുതൽ 30,000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. 7 തരത്തിലുള്ള വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഫിജികാർഡ്.com എന്ന കമ്പനിയുടെ പ്ലാൻ പ്രസൻറ്റേഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മുടെ കമ്പനിയുടെ പേര് ഫിജികാർഡ്.com. വെൽക്കം ടു ദി ഫിജിറ്റൽ വേൾഡ്. ഫിജിറ്റൽ എന്നാൽ ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഡിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ്, അതായത് ഫിസിക്കലായും ഡിജിറ്റലായും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണ് ഫിജികാർഡ്.com. നമുക്കറിയാം, ഫിസിക്കൽ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഷോപ്പിൽ പോയി നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. ഡിജിറ്റൽ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ളവ ഡിജിറ്റൽ ഷോപ്പുകളാണ്. ലോകത്തിലാദ്യമായി പർച്ചേസിങ്ങിൻ്റെ ഈ 2 തലങ്ങളെ മെർജ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫിജികാർഡ്.com. ടെക്നോളജി ചേഞ്ചസ്, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം. പ്രൊഫസർ ലിയോൺ സി മെഗൻസിൻ്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദി സ്ട്രോങ്ങസ്റ്റ് ഓർ ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഹൂ വിൽ സർവൈവ് ബട്ട് ദോസ് ഹൂ ക്യാൻ ബെസ്റ്റ് മാനേജ് ചേഞ്ച്. കാലങ്ങളിൽ വളർന്നു വന്നിട്ടുള്ളത് ഏറ്റവും ശക്തനായവനോ ബുദ്ധിയുള്ളവനോ അല്ല, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് കാലഘട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, പഴയകാല ലാൻഡ് ഫോണിൽ നിന്നും പുതിയ കാലത്തെ സ്മാർട്ട് ഫോണിലേക്കും ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും ഓൺലൈൻ ബിസിനസ്സിലേക്കുമുള്ള ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഫിജികാർഡ്.com. വേൾഡ് ഫസ്റ്റ് ഫിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ഇന്ന് ലോകത്ത് ഏറ്റവും ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രികളെ പരസ്പരം ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇ-കൊമേഴ്സ്, ഡയറക്റ്റ് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഫസ്റ്റ് വൺ, ഇ-കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ നടക്കുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻ ബിസിനസ്സുകളെയും നമുക്ക് ഇ-കൊമേഴ്സ് ഗണത്തിൽപ്പെടുത്താം. നെക്സ്റ്റ്, ഡയറക്റ്റ് സെല്ലിംഗ്. ഉൽപ്പാദകരിൽ നിന്നും പ്രോഡക്റ്റ് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന ഒരു വിപണന രീതി. വിൽക്കുന്ന ആളുകൾക്കും വാങ്ങുന്ന ആളുകൾക്കും മാക്സിമം ലാഭം അഥവാ പ്രോഫിറ്റ് ഇവിടെ ലഭിക്കുന്നു. നെക്സ്റ്റ്, റെഫറൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പാഠ്യ വിഷയമാണ്, കൂടാതെ ഒരുപാട് പേർക്ക് തൊഴിലവസരം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. പ്രായഭേദമന്യേ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാ സാധാരണക്കാർക്കും എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കേരളത്തിലെ 5ഓളം ട്രേഡ് യൂണിയനുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹെൽത്ത് ആൻഡ് വെൽനസ്. രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ ഒരു ജനതയാണ് നമുക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അഥവാ ന്യൂട്രീഷൻ പ്രോഡക്റ്റ്, ഫുഡ് സപ്ലിമെൻറ്റുകളെയാണ് വെൽനസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂവിൻ്റെ ഒരു കണക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2009 $390 കോടി വരുമാനം ഈ മേഖലയിൽ ഉണ്ടായപ്പോൾ 2016 ആവുമ്പോഴേക്കും ഇത് 3800 കോടി ഡോളറിലേക്ക് വളർച്ച കൈവരിച്ചു. ഈ ഒരു കാലഘട്ടത്തിലാണ് സ്മാർട്ട് ഫോൺ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി എല്ലാ ബിസിനസ്സും ട്രഡീഷണലിൽ നിന്നും ഓൺലൈനിലേക്ക് മാറ്റി. അത്തരത്തിലുള്ള ഏതാനും സക്സസ്ഫുൾ ബിസിനസ് മോഡൽസ് ആണ് ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേപാൽ, യൂബർ തുടങ്ങിയവ. 2026 ആവുമ്പോഴേക്കും ഏകദേശം 20,000 കോടി ഡോളറിൻ്റെ വരുമാനമാണ് ഇന്ത്യ എന്ന വലിയൊരു കൺട്രിയിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ പ്രതീക്ഷിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ്. ഒരുപാട് ലോകരാഷ്ട്രങ്ങളും അവിടുത്തെ ജനസംഖ്യ, ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്തുണ്ടായ ടേൺ ഓവർ ഒക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്. USA പോലുള്ള 33 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് 3,37,810 കോടിയുടെ ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട്. തൊട്ട് താഴെ ചൈന കാണാം, മറ്റ് രാജ്യങ്ങളൊക്കെ കാണാം.
ഏറ്റവും താഴെ ഇന്ത്യയെ നോക്കുന്ന സമയത്ത് 140 കോടി ജനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 100 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ടായിട്ടും ബിസിനസ്സിൽ വളരെ പിറകിലാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കാം. ജനസംഖ്യ കുറഞ്ഞ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വളരെയധികം ബിസിനസ് നടക്കുന്നുണ്ട്. ഇനി വരും കാലഘട്ടത്തിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ഡയറക്റ്റ് സെല്ലിങ്ങിൽ വളരെയധികം മാറ്റമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ 58 ലക്ഷം ആളുകൾ ഈ ഒരു മേഖലയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട്. അതിൽ തന്നെ 53% വനിതകളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ എ സിലബസ് സെറ്റ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്നൊരു സിലബസായി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഒരു മേഖല പാഠ്യവിഷയമാണ്. ലീഗൽ സർട്ടിഫിക്കറ്റ്സ്. ഇത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് ഇതൊക്കെ കാണാം. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് ഓരോ രാജ്യത്തും പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡയറക്റ്റ് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിയമത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഗൈഡ് ലൈൻസും ഇവിടെ കാണാം. ന്യൂസ് റിപ്പോർട്ട്സ്. ഫിജി കാർഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് മേജർ പത്രങ്ങളായ കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ പത്രങ്ങളിലൊക്കെ വന്ന ന്യൂസ് റിപ്പോർട്ടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. 100 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. 2018 ഫെബ്രുവരി 23 ദുബായിൽ വെച്ച് ന്യൂട്രി ചാർജ് എന്ന ഒരു പ്രോഡക്റ്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ടെന്നീസ് താരം സാനിയ മിർസ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ ഫോട്ടോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റ് ടീം മാനേജ്മെൻറ്റ് അംഗങ്ങളെയും ഇവിടെ കാണാം. ഫിജി കാർഡ് ഇന്ത്യൻ ലോഞ്ച്. 2018 ജൂലൈ 8 അങ്കമാലിയിലെ അറ്റ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന തിലോത്തമൻ സാറാണ് നമ്മുടെ കമ്പനി ഉദ്ഘാടനം ചെയ്തത്. ചീഫ് ഗസ്റ്റായിട്ട് ഒപ്പമുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആയ തമന്ന ഭാട്ടിയ ആയിരുന്നു. അതോടൊപ്പം മറ്റ് ടീം മാനേജ്മെൻറ്റ് അംഗങ്ങളെയും ഇവിടെ കാണാം. ഇന്ത്യയിൽ ഇന്ന് ലീഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ് ഫിജി കാർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. ടെറിട്ടറി എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് 3 രാജ്യങ്ങളിലേക്ക് കൂടി ഈ ഒരു കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. USA, മലേഷ്യ, നേപ്പാൾ എന്നിങ്ങനെ 3 രാജ്യങ്ങളിലേക്കുമാണ് കമ്പനി എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നത്. മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള മാനേജ്മെൻ്റ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ഇദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ സെലിബ്രിറ്റി ബിസിനസ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം. നമ്മുടെ കമ്പനിയുടെ ചെയർമാനാണ് ഇദ്ദേഹം. 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്. ഒരുപക്ഷെ സ്വർണ്ണ വ്യാപാര രംഗത്ത് നമുക്ക് പരിചയമുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരുപാട് വേറെയും ബിസിനസ്സുകളുണ്ട്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. വിഷൻ ആൻഡ് മിഷൻ. വ്യക്തമായിട്ടുള്ള ഒരു വിഷനും മിഷനും നമ്മുടെ കമ്പനിക്കുണ്ട്. ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്താൻ സാധാരണക്കാർക്കും ഒരവസരം നൽകുക, അതിലൂടെ അവർക്കൊരു വേറിട്ട അനുഭവം നൽകുക എന്നതാണ് കമ്പനിയുടെ വിഷൻ. മിഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ എന്നതിലുപരി സാധാരണക്കാരായ ആളുകൾക്ക് അവസരവും സാമ്പത്തിക വരുമാനവും കൊടുത്തുകൊണ്ട് കമ്പനിയെ വളർത്തിയെടുക്കുക എന്നതാണ് കമ്പനിയുടെ മിഷൻ. അവർ ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. തൃശ്ശൂർ നെല്ലായിലാണ് നമ്മുടെ കമ്പനിയുടെ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 3D ചിത്രമാണ് ഇവിടെ ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമ്മുടെ ഹെഡ് ഓഫീസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ലോജിസ്റ്റിക് വെഹിക്കിൾസ് എന്നിവയുടെ ചിത്രവും ഇവിടെ കാണാം. ഫിജി സ്റ്റോർ. ഇത് ഫിജി സ്റ്റോർ ആണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരവസരമാണിതെന്ന്. അത്തരത്തിൽ നമുക്ക് നേരിട്ട് സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പുകളാണ് ഇത്. കേരളത്തിൽ ഒരുപാട് സ്റ്റോറുകൾ നിലവിലുണ്ട്. ഇവിടെ കമ്പനിയുടെ സ്വന്തം സാധനങ്ങളും അതുപോലെ തന്നെ പോപ്പുലർ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും.
ഫിജി ബ്രാൻഡ്സ് ഏതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്കും സ്വന്തമായ പ്രോഡക്റ്റുകൾ ആവശ്യമാണ്. കമ്പനിയുടെ സ്വന്തം പ്രോഡക്റ്റുകളാണ് ഇവയൊക്കെ. ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇതിൽ വരുന്ന ബ്രാൻഡുകളാണ് ആര്യസൂക്ത ആയുർവേദ പ്രോഡക്റ്റുകളാണ്. ഫിജി ഗ്രീൻ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഗ്രോസറി ഐറ്റംസുകളുടെ ഒരു സെക്ഷനാണ്. ഡി ലെതർ ഐറ്റംസ്, ബോബീസ് മസാല പൗഡേഴ്സിൻ്റെ ഒരു കാറ്റഗറിയാണ്. വി റോയൽ കോസ്മെറ്റിക് ഐറ്റംസ്, ടിവോണ പെയിൻറ്റും ഇതിൽ അവൈലബിൾ ആണ്. ലിവെയർ പാത്രങ്ങളുടെ ഒരു സെക്ഷനാണ്. ബോബി മറഡോണ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. ബോബി ഗ്രീൻ കുട്ടികളുടെ ഐറ്റംസും ഇതിൽ അവൈലബിൾ ആണ്. സ്വാസ്ഥ്യ ഓട്സ് തുടങ്ങിയ ഐറ്റംസ്, സ്ലീവ് ലൈൻ ബെഡ്ഷീറ്റ് തുടങ്ങിയ ഐറ്റംസ്, ഒസോണ പ്രോട്ടീൻ പൗഡേഴ്സ്, അതുപോലെ തന്നെ ഗോൾഡ് ഡയമണ്ട് ടൂർ പാക്കേജ് തുടങ്ങിയവയും ഇതിൽ അവൈലബിൾ ആണ്. പോപ്പുലർ ബ്രാൻഡ്സ് ഇവിടെ നമുക്ക് കാണാം. മറ്റുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പോലെ തന്നെ എല്ലാ പോപ്പുലർ ബ്രാൻഡ് പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. കമ്പനിക്ക് ഓൺ പ്രോഡക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് കമ്പനികൾ പോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കമ്പനിയിലും അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് കേരള സർക്കാരിൻ്റെ സംരംഭമായ മിൽമ വരെ നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഹൗ ടു എൻ്റർ ദി പ്ലാറ്റ്ഫോം, എങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന 3 ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, KYC ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാം. ആപ്ലിക്കേഷൻ ഫോമും ഡയറക്റ്റ് സെല്ലേഴ്സ് എഗ്രിമെൻറ്റുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രൊമോഷൻ, കമ്പനിയിൽ എൻ്റർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ബിസിനസ് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുക. 2 രീതിയിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാവുന്നതാണ്. 1 ഓൺലൈൻ പ്രൊമോഷൻ, 2 ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈനായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതിനായി നമുക്കൊരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് കിട്ടും. ആ ലിങ്ക് നമുക്ക് സോഷ്യൽ മീഡിയാസ് വഴി നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അയച്ചു കൊടുത്തുകൊണ്ട് ഓൺലൈനായിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ പ്രൊമോഷൻ, ഡയറക്ട്ലി ടു യുവർ കോണ്ടാക്ട്സ്. നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ആരോട് വേണമെങ്കിലും നേരിട്ട് കണ്ടുകൊണ്ട് ഈ ഒരു കമ്പനിയെ പരിചയപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ട്രേഡ് വിത്ത് ടെക്നോളജി, ട്രഡീഷണൽ ബിസിനസ്, ഇ കൊമേഴ്സ്, ഫിജി കാർട്ട് എന്നിവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ മാനുഫാക്ചറിൽ നിന്നും ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത് ഒരുപാട് ഇടനിലക്കാരിലൂടെയും പരസ്യങ്ങളിലൂടെയുമാണ്. ഇവിടെ 60% മുതൽ 80% വരെ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കേണ്ടി വരുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ലഭിക്കുന്നില്ല. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ ഇടനിലക്കാരില്ലാതെ നേരിട്ട് മാനുഫാക്ചറിൽ നിന്നും ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മേഖല നമ്മുടെ കൈകളിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡിസ്കൗണ്ട് സെയിലാണ് നടക്കുന്നത്. നേരെ മറിച്ച് ഫിജി കാർട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിൽ നിന്നും പ്രോഡക്റ്റ് ഫിജി കാർട്ട് ഏറ്റെടുത്ത് നമ്മളെ പോലെയുള്ള ആളുകളിലെ പാർട്ട്ണർ സ്റ്റോർ വഴി കസ്റ്റമറിൽ എത്തിക്കുന്നു. ഇവിടെ ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ലാഭം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് കമ്പനി നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ, ഈ ഒരു ബിസിനസ് അവസരം നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് 7 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. റീറ്റെയിൽ പ്രോഫിറ്റ്, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു പാർട്ട്ണർ സ്റ്റോർ ലഭിക്കും. ആ ഒരു പാർട്ട്ണർ സ്റ്റോർ വഴിയോ റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് വഴിയോ നമ്മളും നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരുമായിക്കോട്ടെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ഇൻകമാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇൻകമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. പേര് പോലെ തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന ഇൻകമാണ് ഇത്. അതായത് ഈ ഒരു ബിസിനസ് അവസരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഇൻകമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് കിട്ടിയ സ്റ്റോറിന് ബ്രാഞ്ചുകൾ കൊടുക്കാനും നമ്മുടെ ബിസിനസ് വളർത്താനുമുള്ള ഒരു അവസരം കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ബൈനറി മെത്തേഡിലൂടെ നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ പാർട്ട്ണർ സ്റ്റോർ കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഇൻകമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഇങ്ങനെ നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലും ഒരു സെയിൽസ് വോളിയത്തിൻ്റെ പർച്ചേസ് ചെയ്യപ്പെടുമ്പോൾ ഒരു സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 20 രൂപ ലഭിക്കുന്നു. ഇങ്ങനെ 100 സെയിൽസ് വോളിയം മാച്ച് ആവുന്ന സമയത്ത് 2000 രൂപ ലഭിക്കുന്നു.
നമ്മളിവിടെ ഒറ്റയ്ക്കല്ല ബിസിനസ് ചെയ്യുന്നത്, നമ്മൾ കൊടുത്ത സ്റ്റോറുകളിലൂടെ ഈ ബിസിനസ് വളർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ടീമിലൂടെ ഒരു 500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് 10,000 രൂപ ലഭിക്കുന്നു. ബിസിനസ് ആണല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരേപോലെ കച്ചവടം നടക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ 1000 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടവും ലെഫ്റ്റ് സൈഡിൽ 500 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടവും ആണ് നടക്കുന്നതെങ്കിൽ കുറഞ്ഞ സെയിൽസ് വോളിയമായ 500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 10,000 രൂപ ലഭിക്കുകയും ബാക്കി വരുന്ന 500 സെയിൽസ് വോളിയം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്തു വയ്ക്കുന്നു. നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അമിതമായിട്ട് ഒരു ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കമ്പനി അമിതമായിട്ട് ഒരു ഇൻകം കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി കമ്പനി ഒരു സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് ഡെയിലി സീലിംഗ് പേ ഔട്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും 1500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് ഒരു ദിവസം 30,000 രൂപയാണ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ദിവസം 30,000 രൂപ, അതായത് ഒരു മാസം 9 ലക്ഷം രൂപ വരെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ജനറേഷൻ ബോണസ് നമ്മൾ മുഖേന ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ വഴി നടക്കുന്ന ബിസിനസ്സിൻ്റെ 20-50% ബിസിനസ് വോളിയം അനുസരിച്ച് മാസാവസാനം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഡയറക്റ്റായി കൊണ്ടുവരുന്ന ആളിലൂടെ റീപർച്ചേസ് ആയി കിട്ടുന്ന ഒരു ഇൻകമാണ് ഇത്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ കമ്പനിയിലെ പ്രസ്റ്റീജിയസ് റാങ്കായ 3ാമത്തെ റാങ്ക് സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊരു സാധാരണക്കാർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടെ കമ്പനി നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ട്. ഒരു ഫാമിലിയിലെ 4 പേർക്ക് 2 ലക്ഷം രൂപയുടെ കവറേജാണ് കമ്പനി നമുക്ക് തരുന്നത്. മന്ത്ലി പെർഫോമൻസ് ബോണസ് കമ്പനിയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വരുമാനമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഒരു മാസം ഒരു സാലറി പോലെ കൃത്യമായിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് ഇത്. ഒരു 10,000-ന് മുകളിൽ ഏതൊരു വ്യക്തിക്കും കമ്പനിയുടെ 3ാമത്തെ റാങ്ക്, അതായത് സെയിൽസ് മാനേജർ എന്ന പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 25 SVയിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തതെങ്കിൽ കമ്പനിയുടെ 10ാമത്തെ റാങ്കായിട്ടുള്ള സോണൽ സെയിൽസ് ടീം മാനേജർ ആവുന്നതുവരെ മാത്രമേ നമുക്ക് ഈ ഒരു പെർഫോമൻസ് ബോണസ് ലഭിക്കുകയുള്ളൂ. അതുപോലെ 50 സെയിൽസ് വോളിയത്തിലാണ് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തതെങ്കിൽ കമ്പനിയുടെ 11ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന പോസ്റ്റിൽ എത്തുന്നതുവരെ മാത്രമേ പെർഫോമൻസ് ബോണസ് ലഭിക്കുകയുള്ളൂ. എന്നാൽ 100 സെയിൽസ് വോളിയത്തിലാണ് ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തതെങ്കിൽ ആജീവനാന്തം ഈ ഒരു പെർഫോമൻസ് ബോണസ് നേടിയെടുക്കാൻ സാധിക്കും. ഇത് നേടിയെടുക്കാനുള്ള വളരെ നിസ്സാരമായ ക്രൈറ്റീരിയ ആണ്, അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അടുത്ത ഒരു വരുമാനമാണ് ആനുവൽ പ്രോഫിറ്റ്. കമ്പനിയുടെ ലാഭത്തിൻ്റെ 0.5% മുതൽ 1.5% വരെ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് മുകളിലുള്ള റാങ്കിലുള്ള ആളുകൾക്ക്, അതായത് നമ്മുടെ കമ്പനിയിൽ 13 റാങ്കാണുള്ളത്, അതിൽ 11, 12, 13 റാങ്കിലുള്ള ആളുകൾക്ക് വർഷത്തിൽ ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നത്. ഇത് വലിയൊരു തുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഈ വരുമാനങ്ങൾക്കൊക്കെ പുറമെ ഒരുപാട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. റൈഡർ ഫണ്ട് അതിൽ 1ാമത്തേതാണ് റൈഡർ ഫണ്ട്. കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ, അതായത് 6ാമത്തെ റാങ്കിൽ എത്തുന്ന സമയത്ത് 50,000 രൂപ ബൈക്ക് ഫണ്ടായിട്ട് നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. കാർ ഫണ്ട് കമ്പനിയുടെ 10ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് 5 ലക്ഷം രൂപയാണ് കാർ ഫണ്ടായിട്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനിയുടെ 11ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് 2 പേർക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരവസരമാണ് കമ്പനി നമുക്ക് തരുന്നത്. ക്യാഷ് ആയിട്ട് നൽകുന്നതല്ല, നമ്മൾ ട്രിപ്പ് പോയി തന്നെ എൻജോയ് ചെയ്യേണ്ടതാണ്. 10 ലക്ഷമാണ് ലക്ഷറി ടൂർ ഫണ്ടായിട്ട് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീമിയം കാർ ഫണ്ട് കമ്പനിയുടെ 12ാമത്തെ റാങ്കായ നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് 50 ലക്ഷം രൂപയാണ് പ്രീമിയം കാർ ഫണ്ടായിട്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. ഹാപ്പി ഹോം ഫണ്ട് കമ്പനിയുടെ ലാസ്റ്റ് റാങ്കായിട്ടുള്ള 13ാമത്തെ റാങ്ക് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് ഹാപ്പി ഹോം ഫണ്ട് എന്ന രീതിയിൽ 1 കോടി രൂപ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു.
നമ്മുടെ കമ്പനിയിൽ 13 റാങ്കുകളാണുള്ളത്. ഏതൊരു സാധാരണക്കാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റാങ്കുകളാണ് ഇവയെല്ലാം. സെയിൽസ് എക്സിക്യൂട്ടീവ് തൊട്ട് നാഷണൽ സെയിൽസ് ടീം മാനേജർ വരെ 13 റാങ്കുകളാണ് ഉള്ളത്. ഹൗ ക്യാൻ വി അച്ചീവ് ത്രൂ ഫിജിറ്റൽ അക്കാഡമി? ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതൊക്കെ. ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫിജിറ്റൽ അക്കാഡമി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഈ ഒരു ഫിജിറ്റൽ അക്കാഡമിയിലൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റീവ് ഓഫീസ്, ലോജിസ്റ്റിക് ഡിവിഷൻ, അതുപോലെ തന്നെ റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ്. കേരളത്തിൽ മാത്രമല്ല, കർണാടക, തമിഴ്നാടും ഉണ്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക് ഡിവിഷൻ എന്നിവയുടെയൊക്കെ അഡ്രസ്സും കോൺടാക്റ്റ് നമ്പേഴ്സുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.